ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. प्रभु यीशु मसीह के नाम की महिमा हो गई. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. आज के प्रचार के लिए पहली कुरिन्थियों उसका पहला अध्याय उसका 14वें से लेकर 16वें आयत तक 17वें आयत तक. ഓക്കെ, നമ്മൾ 10-ാമത്തെ വാക്യത്തിൽ കണ്ടത് ഇതാണ്. हमने ये देखा उसके 10वें आयत में കൊരിന്ത്യ സഭയുടെ വിശ്വാസികൾ അഭിപ്രായത്തിലും മനസ്സിലും ഐക്യമുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ 10-ാമത്തെ വാക്യത്തിൽ കണ്ടത്. हमने ये देखा कि कुरिन्थियों के विश्वासी लोग उनके जो मन में और उनके सोच में वो एक ही मत होने का ज़रूरी है. സഭയ്ക്കെന്ന പോലെ തന്നെ ഈ ഉത്തരവാദിത്വം ദേവദാസന്മാർക്കും ഉണ്ട്. जैसे कलीसिया एक मन का होना है, वैसे ही सेवक लोग भी एक मन का होना है. കാരണം ഇവിടെ ഇവരുടെ പേരിലാണ് അസൂയയും ഈർഷ്യയും പകയും എല്ലാം ഉണ്ടാകുന്നത്. क्योंकि इस नाम पे, इनके नाम पे, परमेश्वर के सेवकों के बात में, विषय में आपस में झगड़ा हो रहा है. ഇവിടെ ഒരു വഴക്ക് നടക്കുന്നുണ്ട്. यहाँ पे एक झगड़ा, एक लड़ाई कलीसिया में हो रहा है. പൗലോസ് അതിനെ ചൊല്ലി എന്താണ് ചെയ്യുന്നത്? हम यह देखते हैं कि पौलुस उसके बारे में क्या करता है. ഈ വഴക്കിനെ കൂട്ടുവാൻ വേണ്ടിയിട്ട് താൻ എന്തെങ്കിലും ചെയ്തോ? हमें यह पूछना है कि यह झगड़ा को आगे बढ़ाने के लिए पौलुस कुछ करता है, അതോ തല്ലിക്കെടുത്തുവാനാണ് താൻ ഉദ്ദേശിക്കുന്നത്? यानी वो उस झगड़े को खत्म करने को देखता है. ക്രിസ്തുവിന് വേണ്ടിയിട്ട് താൻ ഇറങ്ങിയപ്പോൾ ചെയ്ത എല്ലാ ത്യാഗങ്ങളെ പറ്റി താൻ ഇവിടെ എന്താ പറയുക, അഹങ്കരിക്കുന്നില്ല. जो भी परमेश्वर के लिए जो भी कुछ पौलुस करता है उसके बारे में उनके हृदय में अहंकार नहीं आया. അത് 9-ാമത്തെ അധ്യായത്തിൽ താൻ ചിലത് പരാമർശിക്കുന്നുവെങ്കിൽ പോലും അതിനെ ശ്രേഷ്ഠമായിട്ട് താൻ ഇവിടെ പറയുന്നില്ല. हम देखते हैं उसके 9वें अध्याय में हम देखते हैं कि पौलुस ये कहता है कि मैंने ये किया वो किया, बट उसके बारे में सोचकर उनके हृदय में एक अहंकार की भावना नहीं आया. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. उसके 14वें आयत जरा हम एक बार पढ़कर देखें. ഓക്കെ, 14 മുതൽ 16 വരെ. उसके 14वें आयत से 16वें आयत तक जरा पढ़कर देखें. ആരെങ്കിലും മലയാളത്തിൽ വായിക്കാം? ഇവിടെ ആദ്യമായിട്ടാണ് ഒരാൾ ഒരുപാട് പേരെ ഞാൻ സ്നാനപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നത്. यहाँ पर हम देखते हैं कि पहली बार हो सकता है एक सेवक, परमेश्वर के सेवक कहता है कि मैंने अधिक लोगों को बपतिस्मा नहीं दिया, उस बात में वो खुशी ले रहा है. ചില ആൾക്കാർ 3000 പേരെ 4000 പേരെയൊക്കെ സ്നാനപ്പെടുത്തുന്ന സ്റ്റേജ് തുറന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അതിലൊരു വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. कई लोग हम ये सुनते हैं, कहते हैं कि हमने 2000, 3000, 4000 लोगों को हमने बपतिस्मा दिया और उसमें वो बहुत अपने आप को ऊंचा समझते हैं. ഇവിടെ പൗലോസ് എന്താണ് ചെയ്യുന്നത്? पर यहाँ पे पौलुस क्या करता है? എന്നെ ഒത്തിരി ആദരിക്കുന്നവരുടെ എണ്ണം കുറവായതിൽ ഞാൻ സന്തോഷിക്കുന്നു. मैं इस बात में खुशी है कि मुझे जो लोग आदर करते हैं उनकी गिनती कम है. സാധാരണ ആരും ചെയ്യാത്തൊരു കാര്യമാണ്. हम ये बात ज़्यादा नहीं देखते. ഇന്നൊരാളുടെ സക്സസിനെ നമ്മൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? आज किसी व्यक्ति का कामयाबी हम किस तरह हम जांच सकते हैं? എത്ര ഫോളോവേഴ്സ് ഉണ്ട്, എത്ര ലൈക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ നോക്കുന്നത്. कितना सब्सक्राइबर्स है, कितना लाइक मिला, कितना फॉलोअर्स मिला. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അപ്പോലോസിൻ്റെയും കേഫാസിൻ്റെയും ക്രെഡൻഷ്യൽസ് അതിനെ താൻ താഴ്ത്തി കിട്ടുന്നില്ല. और इधर अपोलोस और केफा का जो कामयाबी, उसके बारे में उनको नीचा नहीं देख रहे. തൻ്റെ കൂടെ ഉള്ളവരുടെ കൂറിനെ സുരക്ഷിതമാക്കുവാൻ താനൊന്നും ചെയ്യുന്നില്ല. और जो उनके साथ जो है उनको नीचा नहीं देखते. मतलब തൻ്റെ കൂടെ കുറച്ച് പേരുണ്ട്, അവരുടെ എണ്ണം കുറയാതിരിക്കാൻ താനൊന്നും ചെയ്യുന്നില്ല. और उनके साथ कुछ लोग हैं, उनकी गिनती कम होने के लिए वो कुछ नहीं कर रहे. ഇവിടെ എന്താണ് താൻ ചെയ്യുന്നത്? परंतु यहाँ पे पौलुस क्या कर रहे हैं? എന്താണ് താൻ ഓർക്കുന്നത്? यहाँ पे क्या सोच रहे हैं? ഒന്നാമത്തെ കാര്യം,
പൗലോസ് തൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ കർത്തൃത്വം ഒരു യാഥാർത്ഥ്യമായിട്ട് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. पहली बात यहाँ पे उनके जीवन में परमेश्वर यीशु का जो प्रभुता को वो सोच रहे हैं. ഓക്കെ, കർത്താവാണ് പൗലോസിനെ അയച്ചത്. परमेश्वर यीशु ने उनको भेजा है. പൗലോസ് സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്തൊരു മാർഗമല്ല ഇത്. पौलुस अपने अनुसार इस रास्ते को नहीं चुना. ഇതാണ് 17ാമത്തെ വാക്യത്തിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. എന്താ? वो हम देख सकते हैं उसके 17वें आयत में देख सकते हैं. സുവിശേഷം പ്രസംഗിക്കാൻ ആരാണ് പൗലോസിനെ അയച്ചത്? किसने पौलुस को सुसमाचार सुनाने को भेजा? കർത്താവാണ് അയച്ചത്. परमेश्वर यीशु मसीहा ने भेजा. അപ്പോൾ പൗലോസിനെ കർത്താവ് അയച്ചെങ്കിൽ ഇതേ കർത്താവ് തന്നെയാണ് അപ്പൊല്ലോസിനെയും കേഫാസിനെയും അയച്ചത്. अगर इसी मसीहा ने पौलुस को भेजा, उसी मसीहा अपोलोस और केफा को भी भेजता है. അപ്പോൾ പൗലോസും അപ്പൊല്ലോസും കേഫാവും ഇവിടെ കർത്താവിനെ മാറ്റി നിർത്തി അവരവരെ തന്നെ അവരോധിക്കാൻ വേണ്ടിയിട്ടുള്ളവരല്ല. यहाँ पे पौलुस अपोलोस और केफा परमेश्वर यीशु को हटाकर अपने आप को ऊंचा नहीं कर रहे हैं. ഇതാണ് താൻ ആദ്യമായിട്ട് ഇവരോട് പറയുന്നത്. ये सबसे पहली बात बताते हैं. അപ്പോൾ ഇവിടുത്തെ വഴക്ക് കൂടാതിരിക്കാൻ താൻ പറയുന്ന ആദ്യത്തെ കാര്യം ഇതാണ്. यहाँ पे जो झगड़ा है उसको ज़्यादा बढ़ाने के लिए उसको नहीं बढ़ाने के लिए इस बात को कहते हैं, सच्चाई को बोलते हैं. രണ്ടാമത്തെ കാര്യം, ദൈവം തനിക്കായിട്ട് കൊടുത്തിരിക്കുന്ന ശുശ്രൂഷയിൽ താൻ തൻ്റെ ശ്രദ്ധയെ പതിപ്പിക്കുന്നു. और दूसरी बात यह है, पौलुस को जो मसीहा ने जो सेवकाई दिया है, उस सेवकाई के तरफ उनका विचार को केंद्रित करता है. അതെന്താണ്? वो क्या सेवकाई है? സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. वो सेवकाई है सुसमाचार का प्रचार. ഇത് തന്നെയാണ് ക്രിസ്തുവിനുള്ള ബന്ധത്തിൽ അപ്പൊല്ലോസിന്റെയും കേഫാവിന്റെയും ഉത്തരവാദിത്വം. और यही कर्तव्य है अपोलोस और केफा को भी. സ്നാനം പ്രാധാന്യമുള്ളതാണ്. हम देखते हैं कि बपतिस्मा जरूर अहम बात है. എന്നാൽ പൗലോസിന്റെ കേൾവിക്കാർ 3 കാര്യങ്ങളോട് ഓർക്കണം. परंतु पौलुस को जो सुनता है वो 3 बातों को यहाँ पे सोचना है. യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് താഴെയാണ് സ്നാനം എന്നുള്ള കാര്യം. जो परमेश्वर का जो प्रचार है उसके नीचे आता है ये बपतिस्मा का कर्तव्य. അതുമാത്രമല്ല, സ്നാനം സുവിശേഷത്തിന്റെ ഒരു ബാഹ്യമായ പ്രദർശനമാണ്. और हम देखते हैं कि परमेश्वर का सुसमाचार का प्रचार का एक बाहरी चित्र है ये जो बपतिस्मा. രണ്ടാമത്തെ കാര്യം, സ്നാനം എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്നത് ആരിൽ സ്നാനപ്പെട്ടോ ആ വ്യക്തിയോടുള്ള കൂറാണ്. और अगर हम इस बपतिस्मा के बारे में हम ध्यान देते हैं, जो बपतिस्मा लेता है उसके बारे में हम देख सकते हैं. അതായത് അവരാരിലാണ് സ്നാനം ഏറ്റത്? वो किसके हाथों ये बपतिस्मा उनको मिला? അവർ ക്രിസ്തുവിലാണ് സ്നാനം ഏറ്റത്. वो परमेश्वर में ये बपतिस्मा प्राप्त किया है. അപ്പോൾ ക്രിസ്തുവിനോടാണ് അവരുടെ കൂറ്. तो उनका जो विचार और उनका वफादारी उस परमेश्वर से है. അവരെ സ്നാനപ്പെടുത്തിയ ആളോടല്ല. वो जिसने बपतिस्मा दिया उनकी तरफ नहीं है, परमेश्वर यीशु की तरफ है. അപ്പോൾ അതാണ് അവർ രണ്ടാമത് ഓർക്കേണ്ടത്. वो है दूसरा जो सच वो देखना है. ഓക്കെ, മൂന്നാമതായിട്ട് ഈ 3 പേർക്കും ദൈവം സുവിശേഷീകരണം എന്നുള്ള ഒരു കർത്തവ്യം കൊടുത്തത് അവരുടെ വാക്ചാതുര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല. और हम ये भी देखते हैं कि ये 3 लोग अपोलोस, केफा और पौलुस, वो लोग परमेश्वर का सुसमाचार का प्रचार इस बात के कारण नहीं करते हैं कि वो कितना अच्छा कितना सामर्थ्य से बोल सकते हैं. പൗലോസ് ഒരിക്കലും തന്റെ വാക്ചാതുര്യത്തെ കൂട്ടുവാൻ ഒന്നും ചെയ്തിട്ടില്ല. हम देखते हैं कि पौलुस उनका बोलने का जो शक्ति, बोलने का चाल, उसको ज़्यादा आगे नहीं सोचते हैं. അതായത് പൗലോസ് എങ്ങനെ ചിന്തിച്ചില്ല, അപ്പൊല്ലോസിനും കേഫാവിനും ഒക്കെ ആൾക്കാരുണ്ട്, ഇനിയിപ്പോൾ ഞാൻ ഇതിലൊന്ന് വർക്ക് ചെയ്തില്ലെങ്കിൽ എൻ്റെ ആൾക്കാരുടെ എണ്ണം കുറയും എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷനിലേക്ക് താൻ പോകുന്നില്ല. हम देखते हैं कि पौलुस ऐसे नहीं सोचते कि अपोलोस और केफा के जैसे मैं भी बोलूं, उनके पास जैसे लोग आते हैं और सुनते हैं वैसे मुझे भी होना है, ऐसा नहीं सोचते. അതെന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കാത്തത്? वो क्यों ऐसे नहीं सोचते? കാരണം താൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് അതിൻ്റെ ഉള്ളിൽ തന്നെ ശക്തിയുണ്ട്. क्योंकि जो सुसमाचार वो प्रचार करते हैं उस सुसमाचार के अंदर ही एक शक्ति है. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ തൻ്റെ സന്ദേശം ശക്തിയുള്ളതായകയാൽ
തനിക്ക് യാതൊരു അപഹർഷതാബോധമില്ലായിരുന്നു. और एक और रीति में हम ये सोच सकते हैं, वो जो संदेश का प्रचार करते हैं, वो संदेश सुसमाचार है, उसमें परमेश्वर की शक्ति है, इसलिए वो और कुछ नहीं सोच रहा है. ഇവിടെ നിന്ന് നമുക്ക് രണ്ട് പാഠങ്ങൾ കാണാൻ സാധിക്കും. हम यहाँ पे दो ज्ञान सीख सकते हैं. ഒന്നാമതായിട്ട് പ്രാസംഗികർ എന്നുള്ള നിലയിൽ പലപ്പോഴും നമ്മൾക്ക് കിട്ടുന്ന ഒരു പ്രശംസയും നമ്മളെ ആൾക്കാർ അവരുടെ മാതൃകയാക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഫാസിനേഷൻ ഉണ്ടാവും. हम कई बार जो प्रचारक लोग हैं, जब हम प्रचार करने के बाद दूसरे लोग आकर हमसे बोलते हैं अच्छा प्रचार किया, ऐसे सुनने से हमको उत्तेजना मिलता है. പ്രത്യേകിച്ച് അവർ നമ്മളുടെ പ്രസംഗത്തിന് വേണ്ടിയിട്ട് വളരെ വാദോരാതെ വാദിക്കുകയും ചെയ്യുമ്പോൾ നമുക്കതൊരു കാണുമ്പോൾ ഒരു ഹരമാണ്. और जब दूसरे लोग हमारे प्रचार के बारे में बहुत बात करते हैं, वो हम जब सुनते हैं हमें बहुत अच्छा लगता है. അപ്പോൾ ഈ പ്രാസംഗികർ എന്നുള്ള നിലയിൽ ഇത്തരം ഹീറോ വർഷിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാവും. ऐसे क्या होता है, तो प्रचारक लोग जब ऐसे सोचते हैं तो अपने बारे में अपना नाम ऊंचा करने को और ज़्यादा कार्य करने को देखते हैं. എന്ന് വെച്ചാൽ ആൾക്കാരുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടായാലും വേണ്ടില്ല, എൻ്റെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കുറയരുത്. तो वो ऐसे सोचते हैं कि परमेश्वर के कलीसिया में अगर झगड़ा होता है वो ठीक है, बट मुझे जो लोग चाहते हैं उनका गिनती और बढ़ते रहे. അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധയിലേക്ക് പോകുമ്പോൾ ശുശ്രൂഷയിൽ ഫോക്കസ് ചെയ്യാൻ ആവശ്യമില്ലാത്ത മറ്റു പല കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ നമ്മൾ കൊണ്ടുപോകും. जब हम ऐसे सोचते हैं तब हम ऐसे कई बातों को हम ध्यान देते हैं जो हमें परमेश्वर की सेवकाई से हटा सकता है. ഒരു ഉദാഹരണത്തിന് ഒരു പ്രാസംഗികന് മറ്റൊരു പ്രാസംഗികനേക്കാൾ വാക്ചാതുര്യമുണ്ട്. उसका हम एक एग्जाम्पल ऐसे देख सकते हैं, एक प्रचारक को दूसरे प्रचारक से भी ज़्यादा अच्छे से बोल सकता है, प्रचार कर सकता है. അപ്പോൾ വാക്ചാതുര്യമുള്ള ആൾക്കാരെ കേൾക്കാൻ കൂടുതൽ ശ്രോതാക്കളുണ്ട്. तब क्या होता है, जो अच्छे रीति से प्रचार करता है, बोलता है, उनको सुनने के लिए कई ज़्यादा लोग आते हैं. അപ്പോൾ രണ്ടാമത്തെ ആൾ എന്ത് ചെയ്യും? അതായത് വാക്ചാതുര്യമില്ലാത്ത ആൾ എന്ത് ചെയ്യും? सो जो दूसरा प्रचारक है, जो ज़्यादा ठीक से बात नहीं कर सकता, प्रचार नहीं कर सकता, वो क्या करेगा? അദ്ദേഹത്തിൻ്റെ ഓഡിയൻസ് കുറഞ്ഞു പോകാതിരിക്കുവാൻ കൂടുതൽ സമയവും പ്രയത്നവും അയാളുടെ എലക്വൻസ് വാക്ചാതുര്യം കൂട്ടാൻ വേണ്ടിയിട്ട് അയാൾ ട്രെയിൻ ചെയ്യാൻ പോകും. तो वो जो दूसरा प्रचारक क्या करता है, उसके प्रचार को सुनने के लिए और ज़्यादा लोग आने के लिए वो कैसे वो बात कर सकता है, प्रचार कर सकता है, उस बात पर वो कार्य करेगा. നമ്മളുടെ വാക്ചാതുര്യം കൂട്ടാനുള്ള ഏത് കാര്യത്തിൽ ഏർപ്പെടുന്നത് അതൊരു മോശം കാര്യമല്ല. अगर हमें अपना जो प्रचार का रीति को अगर इम्प्रूव करना है, उसमें कोई गलत की बात नहीं है. പക്ഷേ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കുള്ള ശ്രദ്ധ അത് മാറ്റി കൊണ്ടുപോകുന്ന ഏതൊരു പ്രയത്നത്തിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. पर हम परमेश्वर का जो राज्य का जो कार्य है, परमेश्वर का सुसमाचार का शक्ति है, उसमें उसको ना सोच के अपने बातों के बारे में अगर हम ध्यान दें, वो ठीक नहीं है. മറ്റു ചിലർക്ക് ഒരുപക്ഷെ ചില വ്യക്തികളുടെ ഒരു ആകർഷണീയത, കരിസ്മ എന്നൊക്കെ പറയും, അതൊക്കെ ആയിരിക്കും അവരുടെ ശുശ്രൂഷയുടെ ഒരു ആകർഷണീയത. कई प्रचारक लोग उनका जो स्वभाव वो दूसरे लोगों को आकर्षित करता है, उस बात पर वो ज़्यादा गौर देते हैं. അപ്പോൾ ഒരു പ്രാസംഗികൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ സദസ്സ് നിങ്ങളൊരു വിഗ്രഹമായിട്ട് കാണുന്നു എന്നുള്ളൊരു ഘട്ടം വരികയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ എന്ത് ചെയ്യണം? अगर हमारे कलीसिया में अगर हम एक प्रचारक को हम एक मूर्ति के तरह उसको ऊंचा करने का एक सोच विचार हमारे मन में आया है, तो हम क्या करना है? പ്രാസംഗികൻ എന്നുള്ള നിലയിൽ നമ്മളുടെ ശ്രോതാക്കളോട് ഞാൻ ഈ പറയാൻ വന്ന കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണം. हम जो प्रचारक लोग हैं, हमें जो सुनते हैं उनसे यह बोलना है कि परमेश्वर के वचन ये बोलता है, इसको सुनो. നിങ്ങൾക്കും എനിക്കും ഒറ്റ കർത്താവേ ഉള്ളൂ. आपको और हमको एक ही परमेश्वर है, एक ही ईश्वर है. പ്രാസംഗികൻ പറയേണ്ടത് കർത്താവിന്റെ സ്ഥാനം എടുക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. जो प्रचार करता है वो यह बार बार कहना है कि मैं उस ईश्वर के स्थान पर वो ईश्वर का स्थान लेने को नहीं आया. രണ്ടാമതായിട്ട് ഒരു പ്രാസംഗികൻ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്നിൽ കാണുന്ന എക്സ്ട്രാ ക്വാളിറ്റീസ്, ഓക്കെ, അത് നിമിത്തം നിങ്ങൾ എൻ്റെ ഫാൻസ് ആവുന്നത് അത് എൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തത്തിനെ ഒഴിവാക്കിക്കൊണ്ടാകരുത്. अगर प्रचारक लोगों को दूसरे लोग उनके कामयाबी को देखकर उनको बहुत
आदर देते हैं, जब वो होता है तो हम परमेश्वर के कार्य से निकलना, वहाँ से हटना नहीं चाहिए। ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ സഭയിലെ മറ്റ് മൂപ്പന്മാരെക്കാൾ നന്നായിട്ട് പാടുന്ന ഒരാളാണെന്ന് ഞാൻ ഒന്ന് വിചാരിച്ചു. अगर ये सोच के देखिए कि हम कलीसिया के दूसरे भाइयों और बहनों से भी ज़्यादा अच्छे से गीत गा सकते हैं, അല്ലെങ്കിൽ സ്നാനപ്പെടുന്ന കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടെ മറ്റുള്ളവരെക്കാൾ നല്ല രീതിയിൽ ചെയ്യുന്നു. मैं दूसरों को बपतिस्मा देने के उस बात में दूसरे लोगों से भी अच्छे से कर सकता हूँ। അല്ലെങ്കിൽ വിവാഹ ശുശ്രൂഷ നടത്തുന്ന കാര്യത്തിൽ ഞാൻ മറ്റുള്ളവരെക്കാളും കുറച്ചുകൂടെ മുൻപന്തിയിലാണെന്ന് വിചാരിക്കാം. एक शादी का जो सेवकाई है वो मैं दूसरों से भी अच्छे से अगर मैं कर सकता हूँ, അങ്ങനെയാണെങ്കിൽ പോലും അത് കാരണമായിരിക്കരുത് നിങ്ങൾ എന്നെ ബഹുമാനിക്കേണ്ടത്. अगर वो सच है तो भी उस कारण से आप लोग उस प्रचारक को आदर नहीं देना चाहिए. ബേസിക് ആയിട്ട് ഞാൻ കർത്താവിൻ്റെ സ്പോക്സ് പേഴ്സൺ ആയതുകൊണ്ട് മാത്രമേ നിങ്ങൾ എന്നെ ബഹുമാനിക്കാവൂ. അതിൽ കൂടുതൽ ചെയ്യരുത്. आप इस बात को सोचना है कि हर प्रचारक परमेश्वर का वक्ता है, परमेश्वर के स्थान पर वो परमेश्वर के वचन का प्रचार कर रहा है. ഇങ്ങനെയുള്ള ആൾക്കാരെ പലപ്പോഴും നമ്മൾ ശ്രേഷ്ഠദാസൻ എന്നുള്ളൊരു ടൈറ്റിൽ വെച്ചാൽ കൊടുക്കുന്നത്. इसलिए हम लोग कई बार अपने जो प्रचारक लोगों को बहुत आदर से हम बोलते हैं वो श्रेष्ठ दास है. ബാക്കിയെല്ലാം സാധാ ദാസൻ. बाकी जो सेवक लोग हैं वो लोग सादा बहुत नॉर्मल जो दास है. അടുത്തായിട്ട് ഞാൻ ഓർമ്മിക്കേണ്ടത് എൻ്റെ ക്രെഡൻഷ്യൽസോ കഴിവുകളോ നിമിത്തമല്ല ദൈവം എന്നെ ഈ കാര്യത്തിനായിട്ട് തിരഞ്ഞെടുത്തത്. अगली बात यह देखना है कि परमेश्वर हमें एक सेवकाई जब देता है वो हमारा खामियाबी देखकर नहीं दिया. ദൈവത്തിന് ഇഷ്ടം ഉണ്ടായിട്ടാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തത്. परमेश्वर को वो अच्छा लगा कि इस भाई को वो सेवकाई देना है, इसलिए दिया. അപ്പോൾ പ്രാസംഗികരോടുള്ള എൻ്റെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഇതാണ്. इसलिए प्रचारक लोगों के लिए एक एप्लीकेशन इस तरफ हम कह सकते हैं, നിങ്ങളുടെ സഭയിലുള്ള ചിലർ നിങ്ങളെ ഇത്തരം രീതിയിൽ ആദരിക്കുമ്പോൾ ഇത് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? अगर कलीसिया में कुछ लोग आपका आदर करते हैं तो हमें इस सच को बोलने में हमें कोई हिचकिचाहट है या नहीं, हिम्मत है या नहीं. എന്നുവെച്ചാൽ ആൾക്കാർ കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിന്തയുള്ളൊരു സമൂഹത്തിൽ ഇത് പറയാനുള്ള ധൈര്യമുണ്ടോ? हमारे कलीसिया में सब सोचते हैं कि हमारे कुछ लोग चले जाएंगे, अगर इस बात को सोचकर हम प्रचार करेंगे तो इस सच्चाई को बोलने का हिम्मत है या नहीं. ധൈര്യമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഫാൻ ഫോളോയിങ്ങിന് ഒരു വിഗ്രഹമായിട്ടാണ് എണ്ണുന്നത്. अगर हम प्रचारक लोगों को अगर वो हिम्मत से सच्चाई का प्रचार नहीं कर सकते, उसका मतलब ये है हमारा मन इस बात में केंद्रित है कितना लोग हमें आदर देते हैं. വി സീക്ക് ടു ബിക്കം എൻ ഐഡൽ. നമ്മളൊരു വിഗ്രഹമായിട്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പാകെ നിൽക്കുന്നത്. हम दूसरे लोगों के सामने एक मूर्ति के तरह आगे खड़े हुए. വളരെ കൗശലത്തോടെ വരുന്ന ഒരു പാപമാണത്. कौशल में सरल रीति. हाँ, बहुत सरल रीति से ये पाप हमारे हृदय में आता है. എന്നാൽ ഇതൊരു ചെറിയ കാര്യമല്ല. पर ये कोई बहुत कम छोटी बात नहीं है. ഞാൻ ചോദിക്കട്ടെ, കുറച്ച് ആൾക്കാരെ ഉള്ളൂ എങ്കിലും കർത്താവിൽ സന്തോഷിക്കാൻ നമുക്ക് മനസ്സുണ്ടോ? अगर हमारे कलीसिया में कुछ कम गिनती के लोग हैं, अगर कम लोग हैं, उस सच्चाई में हम परमेश्वर को उनकी प्रशंसा कर सकते हैं या नहीं? അങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നുവെങ്കിൽ അവരുടെ രക്ഷകനാകാൻ നിങ്ങൾ ശ്രമിക്കരുത്, അല്ലെങ്കിൽ ക്രിസ്തു ആകാൻ ശ്രമിക്കരുത്. अगर हम उस बात में, अगर हमारे कलीसिया में कुछ ही लोग हैं बट फिर भी हम परमेश्वर में प्रसन्न है, अगर हम इस बात का सोचते हैं तो हम उस कलीसिया का उद्धारकर्ता बनने का श्रम ना लें. രണ്ടാമത്തെ പാഠം ഇതാണ്. दूसरा ज्ञान इस तरह से है, ഈ ഭാഗം നമ്മളോട് പറയുന്ന ഒരു കാര്യം, വിശ്വാസികളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാവരുത്. हम यह देखते हैं कि कलीसिया में झगड़ा नहीं होना है, बंटवारा फूट नहीं होना है. ഓക്കെ, അപ്പോൾ ഒരു പാർട്ടീഷൻ ഉണ്ടാവരുമെന്ന് പറയുമ്പോൾ അത് ബാഹ്യമായിട്ട് നോക്കിയാൽ എളുപ്പമാണ്. जब हम कहते हैं कि कलीसिया में बंटवारा नहीं होना, वो हम बाहर से देखने पर हमें पता लग जाता है. ഒരു ഭിന്നത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെന്താ ചെയ്യുന്നത്? एक बंटवारा को नहीं होने के लिए लोग क्या करते हैं? മറ്റ് സഹവിശ്വാസികളോടൊന്നും അധികം ഇടപെടാതിരുന്നാൽ മതി.
दूसरे अपने जो कलीसिया में जो विश्वासी लोग अन्य विश्वासी लोग हैं उनसे ज़्यादा रिश्ता नहीं रखते लोग। സഭാ കാര്യങ്ങളിൽ വേണ്ടത്ര പോലെ ഇടപെടാതിരുന്നാൽ മതി. और जो कलीसिया का जो कार्य है जो सेवकाई होता है उसमें ज़्यादा ना जाए उतना वो लोग सोचते हैं। മീറ്റിങ്ങിന് ആരും കാണാതെ വരിക, ആരും കാണാതെ പോവുക, ആരോടും കൈ കൊടുക്കാൻ വേണ്ട, ഒന്നും ചെയ്യണ്ട. कलीसिया में जो मीटिंग है उसके लिए चुपचाप से आए, चुपचाप से चले जाए, किसी को हाथ नहीं दिया, बात नहीं किया, चले गए. കേട്ട മെസ്സേജിനെ പറ്റിയോ ദൈവിക കാര്യങ്ങളെ പറ്റിയോ ആരോടൊന്നും ചർച്ച ചെയ്യണ്ട. और जो प्रचार सुना परमेश्वर के वचन से उसके बारे में कुछ ना बोले, एक दूसरे से बस ऐसे ही निकल जाए. ഹലോ ബൈ ബൈ മാത്രം പറഞ്ഞുകൊണ്ട് പോവുക. हेलो बोलो, बाय बाय बोलो, प्रेज द लॉर्ड बोलो, निकल जाओ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചിന്തിക്കുന്നത്? സഭയിൽ ഭിന്നതയില്ല. और ये सब हम करते हैं, उसके बाद हम क्या सोचते हैं? हमारे कलीसिया में भिन्नता नहीं, हमारे कलीसिया में बंटवारा नहीं है, നല്ല ഐക്യമാണ് ഒക്കെ. हम लोग एक मन के हैं, ये हम सोचते हैं. എന്നാൽ ഈ ഭാഗം നമ്മളോട് പറയുന്നത് ഐക്യം എന്നുള്ളത് കേവലം ബാഹ്യമായിട്ടുള്ളൊരു കാര്യമല്ല. पर इस आयतों में हम देखते हैं कि एक मन का होना वो एक बाहरी बात नहीं है. ഏകത. हाँ, एकता का जो मूल्य वो एक बाहरी बात नहीं है. ഐക്യം എന്ന് പറയുമ്പോൾ അത് മനസ്സിന്റെ കാര്യത്തിലും അഭിപ്രായത്തിന്റെ കാര്യത്തിലുമുള്ള ഒരു വിഷയമായിട്ടാണ് ഇരിക്കുന്നത്. एकता, कलीसिया का जो एकता वो हमारे मन में भी होना चाहिए, वो हमारे सोच विचार में भी होना चाहिए. ഇതാണ് നമുക്ക് മുമ്പുള്ള വെല്ലുവിളി. वो है हमारे हाँ चुनौती, वो ही है हमारा चुनौती. थैंक यू अंकल, थैंक यू. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഭയിൽ പ്രശ്നങ്ങളില്ലാതിരിക്കുന്നതല്ല സഭയുടെ ഐക്യത്തിന്റെ തെളിവ്. कलीसिया में जो झगड़ा समस्या नहीं है वो नहीं है कलीसिया का एकता का चुनौती, चिन्ह, सबूत. हाँ सबूत. यस, I'm trying to learn Hindi right now. Thank you. ഓക്കെ. ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആൾക്കാരുടെ വിചാരങ്ങൾ ഐക്യമുള്ളതാണോ? परमेश्वर के जो सच्चाई के बात में हम जो सोचते हैं उसमें हम एक मत है या नहीं, एकता है या नहीं. ക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ വെല്ലുവിളിക്കുന്ന ഏതൊരു ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ സഭയ്ക്ക് ഒറ്റ അഭിപ്രായമാണോ? परमेश्वर यीशु मसीह का प्रभुता उसको जो चुनौती देते हैं उसके बाद में क्या हम एक विचार से हम उसके अगेंस्ट जा सकते हैं? ജീവിതത്തിൽ പല പ്രശ്നങ്ങളുടെയും ഒരു ഉറവിടം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ സുവിശേഷം എന്നുള്ളൊരു കാര്യമുണ്ട്. हम देखते हैं कि हमारे जीवन का हर समस्याओं में परमेश्वर का सुसमाचार उसका हल हमें देता है. ഓക്കെ. ആ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ആൾക്കാരുടെ ചിന്ത ഒറ്റ അഭിപ്രായത്തിലേക്കാണ് പോകുന്നത്. अगर हम ये सोच सकते हैं, एकता इस बात में बनती है कि हमारे जीवन की समस्याओं में उसका हल, उसका जो सोच हम एकता के साथ कर सकते हैं या नहीं. ഞാൻ ഈ പറഞ്ഞ സാഹചര്യങ്ങളാണ് നമ്മളുടെ ഐക്യത്തെ ശരിക്കും കാണിക്കുന്നത്. हम अभी जो कुछ बात बोले हैं इस बात से हम जान सकते हैं हमारे कलीसिया में एकता है या नहीं. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഐക്യം ഉണ്ടാക്കുവാൻ പ്രസംഗത്തിനെ സാധിക്കത്തുള്ളൂ. प्रसंगम. हाँ, ऐसी एक एकता हमारे कलीसिया में होने के लिए वो सही रीति का प्रचार से ही कर सकते हैं. അപ്പോൾ ശരിയായ രീതിയിലുള്ള പ്രസംഗത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? सो सही रीति से प्रचार करने में हम क्या क्या देख सकते हैं? അത് സുവിശേഷത്തിൽ കേന്ദ്രമായിരിക്കുന്ന ഒരു പ്രസംഗമായിരിക്കണം. पहली बात, वो प्रचार परमेश्वर के सुसमाचार में आधारित है और केंद्रित है. രണ്ടാമതായിട്ട് ക്രിസ്തുവിനെ ഉയർത്തുന്ന പ്രസംഗമായിരിക്കണം. और ऐसा प्रचार, दूसरी बात, वो परमेश्वर यीशु को ऊंचा करता है. ഓക്കെ. മൂന്നാമതായിട്ട് ക്രിസ്തുവിന്റെ ക്രൂശിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ശുശ്രൂഷയായിരിക്കണം അത്. और वो सेवकाई, वो प्रचार, तीसरी बात, परमेश्वर का जो क्रूस में जो मृत्यु हुआ उस पर केंद्रित होता है. നാലാമതായിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു വചന ശുശ്രൂഷയായിരിക്കണം. और चौथी बात, ऐसा प्रचार परमेश्वर का महिमा देता है. അഞ്ചാമതായിട്ട് തിരുവെഴുത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ശുശ്രൂഷയായിരിക്കണം. और पांचवी बात, ऐसा प्रचार परमेश्वर के वचन पर आधारित है. അതാണ് ഇവിടെ പൗലോസ് ചെയ്യുന്നത്. वैसा प्रचार पौलुस उधर कर रहा है. ഈ കാര്യങ്ങൾ നമ്മുടെ സഭകളിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ
മനസ്സിന്റെ കാര്യത്തിലും അഭിപ്രായത്തിന്റെ കാര്യത്തിലും ഒരു ഐക്യം വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാവും. ऐसी रीति से प्रचार करने से, ऐसी बातें हमारे कलीसिया में होने पर हमारे सोच विचार में, हमारे मन में हम एकता हो सकते हैं. അപ്പോൾ ഉപദേഷ്ടാക്കന്മാരും മൂപ്പന്മാരോടുള്ള എൻ്റെ ഒരു എക്സോർട്ടേഷൻ, ഒരു പ്രബോധനം ഇതാണ്. इसलिए प्रचारकों से और परमेश्वर के कलीसिया के प्राचीनों एल्डरों से हम ऐसे कहना को हम चाहते हैं. ദൈവവചനത്തിന്റെ വിശ്വസ്തത നിറഞ്ഞ പ്രസംഗത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ ആടുകളെ ആത്മീക പക്വതയിലേക്ക് കൊണ്ടുവരണം. परमेश्वर के वचन सुसमाचार में आधारित प्रचारों से अपने कलीसिया के लोगों, नहीं तो कलीसिया के जो भेड़ है, परमेश्वर के भेड़ है, उनको उनके चरवाहा सही रीति से करो. ഇതെന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്? ये क्यों करना है? സഭയിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ സഭ പ്രാപ്തരാകണം. जब हमारे कलीसिया में कुछ समस्याएं आती है, उस समस्याओं का हल परमेश्वर के वचन से उसका उत्तर देखना है. ഇവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ ലെസൺ നമ്മൾ കാണുന്നത്. इधर हम एक तीसरा ज्ञान हम सीख सकते हैं. ദൈവവിശ്വാസികൾക്ക് യോഗ്യമല്ലാത്ത ഭിന്നതകൾ, വഴക്കുകൾ, ഈർഷ ഇതൊക്കെ നമ്മുടെ സഭകളിൽ ഉണ്ടാവാതിരിക്കട്ടെ. हम यह प्रार्थना करते हैं कि परमेश्वर के कलीसिया में भिन्नता और ऐसे झगड़ा लड़ाई ना हो. പക്ഷേ അതുണ്ടായാൽ, परंतु अगर ऐसा भिन्नता होती है, എന്ന് വെച്ചാൽ നമ്മൾ വീഴ്ചയുള്ള ലോകത്ത് ആയിരിക്കുമ്പോൾ പാപ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷമാകും. हम ऐसे एक संसार में है जिसमें पाप है, हमारे इस शरीर में पाप है, मन में पाप है, इसलिए हमारे बीच में झगड़ा हो सकता है और होता भी है. അപ്പോൾ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യണം? उस समय में हम उस समस्या में हम क्या करना है? എല്ലായ്പ്പോഴും നാം നമ്മൾ തന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യം നാം ദൈവമക്കളാണെന്നുള്ളതാണ്. उस समय पर उस टाइम पर हम यह सोचना है और एक दूसरे को यह ज्ञान देना है कि हम परमेश्वर के बच्चे हैं, संतान है. നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല. हम एक दूसरे से ऐसे कुछ रीति में रिश्ता बनाने के लिए नहीं बुलाया है. നമ്മളൊരു ഓഫീസിൽ 9 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് മാത്രം കാണുന്നവരല്ല. हम एक ऑफिस में 9 बजे से 5 बजे तक रहते हैं, वैसे हम कलीसिया में नहीं रह सकते. നമ്മൾ ആരാ? हम कौन है? നമ്മൾ ക്രിസ്തുവിലൂടെ സഹോദരന്മാരായവരാണ്. हम परमेश्वर यीशु का जो क्रूस का जो कार्य से हम एक दूसरे के भाई बहन हैं. അതോടൊപ്പം തന്നെ നാം ക്രിസ്തുവിന്റെ സഹോദരന്മാരുമാണ്. हाँ, उसके साथ साथ हम परमेश्वर यीशु मसीह के भी भाई बहन हैं. അപ്പോൾ നമ്മുടെ സഹോദരൻ എന്ന നിലയിൽ നമ്മളെ ദൈവം നീതിമാന്മാരായിട്ട് എണ്ണുകയാണ്. धार्मिक. हाँ, सो परमेश्वर यीशु मसीह जो हमारे लिए करता है, वो हमारा बड़ा भाई है. वो परमेश्वर हमें एक दूसरे के साथ धार्मिक बनाया है, परमेश्वर के साथ धार्मिक बना दिया. ഓക്കെ, അപ്പോൾ ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശികളാണ്, സഹോദരന്മാരാണ്, കൂട്ടവകാശികളാണ് നാം. हाँ, यीशु मसीह के साथ हम स्वर्ग में हमेशा रहेगा. हाँ, हिंदी में सुना ना सब लोगों ने? थैंक यू. ഓക്കെ, അപ്പോൾ കൂട്ടവകാശികൾ എന്ന നിലയിൽ നാം നിത്യത മുഴുവൻ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. हम परमेश्वर के संतान लोग हैं, एक साथ हम धार्मिक बनाए गए हैं, इसलिए हम अनंत काल तक एक साथ परमेश्वर के साथ रहेंगे. എന്ന് വെച്ചാൽ ഞാനും നിങ്ങളും നിത്യതയോളം യേശുവിന്റെ കൂടെ അന്യോന്യം ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. हम अनंत काल तक परमेश्वर के साथ और एक दूसरे के साथ रहने वाले हैं. ഓക്കെ, അത് സത്യമാണെങ്കിൽ എന്ത് ചെയ്യണം? अगर इस बात सच है तो हम क्या करना है एक कलीसिया के तौर से? ഇവിടെ ഈ ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹവസിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സുവിശേഷത്തിലൂടെ കണ്ടുപിടിക്കണം. इस संसार में, इस धरती में, इस आलवा के प्रदेश में हमें एक दूसरे के साथ रहने के लिए ठीक रीति से रहने का बात परमेश्वर के सुसमाचार से सीखना है. അപ്പോൾ ഈ ആലോചനയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. सो इन बातों में, इन विचारों पे और केंद्रित होने के लिए परमेश्वर हमें सहायता करे. മനസ്സിലും അഭിപ്രായത്തിലും ഐക്യത ഉണ്ടാക്കുവാനുള്ള സ്റ്റെപ്സ് നമ്മൾ എടുത്തിരിക്കണം. हमें मन और अपने सोच में एकता होने के लिए हमें उसके लिए कदम और लेना जरूरी है. അത് ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, वो एक व्यक्ति का कर्तव्य नहीं है, सभी लोगों का कर्तव्य है. ഓക്കെ, ഇതിന്റെ അവസാനത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് കാണാം. इसके आखिरी में हम इस रीति में देखते हैं. അപ്പോൾ പൗലോസിന് ഒരു സന്തോഷമുണ്ട്. यहाँ पे हम देखते हैं पौलुस के मन में एक खुशी है.
ഇവിടെ തന്നെ പിൻഗമിക്കുന്നവരുടെ എണ്ണം കുറവാണെന്നുള്ളതിന്റെ സന്തോഷം. जो लोग पौलुस के पीछे आते हैं उनका गिनती कम है. തന്റെ എഴുത്തുകളിലൂടെ നമ്മൾ പൗലോസിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? हम जब पौलुस के जो लिखी हुई जो पुस्तक पढ़ते हैं उसमें हम क्या समझ सकते हैं? ക്രിസ്തുവിന്റെ പിന്നാലെ ഒരു വ്യക്തിക്ക് ഒരു പാഷൻ ഉള്ളതാണ് പൗലോസിന്റെ സന്തോഷം. पौलुस इस बात में खुशी लेता है कि इस व्यक्ति परमेश्वर यीशु मसीह के पीछे जाने को वो उसमें प्रसन्न है. उस बात में उनको खुशी है. തന്റെ പ്രസംഗത്തിലും താൻ ഇത് തന്നെയാണ് സംസാരിക്കുന്നത്. उनके प्रचार में भी वो यही बोलता है और वो ही सोचता है कि लोग परमेश्वर यीशु को और प्यार करें. തന്റെ സുവിശേഷ സന്ദേശത്തിൽ ക്രിസ്തുവിന്റെ ക്രൂശിനെയാണ് താൻ കേന്ദ്രമായിട്ട് അവതരിപ്പിക്കുന്നത്. पौलुस अपने प्रचार में यीशु मसीह का क्रूस उस बात को केंद्र उसको बीच में रखकर उसके बारे में प्रचार करता है. സുവിശേഷത്തിന് അതിൻ്റെതായിട്ടുള്ള ശക്തിയുണ്ട്. हम देखते हैं कि सुसमाचार को अपना एक शक्ति है. അതിൻ്റെതായിട്ടുള്ള ജ്ഞാനമുണ്ട്. और परमेश्वर का सुसमाचार का ज्ञान बहुत असीम है. അതുകൊണ്ട് പൗലോസിന്റെ വാക്ചാതുര്യത്തെ കൂട്ടി ജ്ഞാനത്തെ കൂട്ടി സുവിശേഷത്തെ ഒന്നുമില്ലാതാക്കുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല. इसलिए पौलुस ये नहीं सोचता कि मैं और ठीक से बात करूं और ठीक से प्रचार करूं, मेरा ज्ञान और बढ़ाऊं, ऐसे नहीं सोच रहा है. സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന ഇൻഹെറന്റ് ജ്ഞാനവും ശക്തിയും എന്താണ്? हमें ये पूछना है कि सुसमाचार, परमेश्वर का सुसमाचार का ज्ञान और उसका शक्ति क्या है. അന്നത്തെ കാലത്തുള്ള യഹൂദന്മാരും ജാതികളും ഈ ക്രൂശിന്റെ സന്ദേശത്തെ ഏത് രീതിയിലാണ് കണ്ടത്? जो उस समय का जो यहूदी लोग थे, जो अन्य जाति लोग थे, वो लोग इस सुसमाचार को कैसे देखते थे? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ അധ്യായത്തിന്റെ അവസാനം വരെ നോക്കാം. അത് നമുക്ക് അടുത്ത സെഷനിലേക്ക് മാറ്റിവെക്കാം. उस बात को समझने के लिए इस अध्याय के आखिरी तक हमें देखना पड़ेगा. वो हम अगले प्रचार में हम देखेंगे. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. परमेश्वर के नाम की महिमा हो.